സ്വാഗതം. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ PSCയുടെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ അനാലിസിസ് കം റിവിഷനിൽ 14ഉം 15ഉം ചാപ്റ്റർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. 14ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പൗൾട്രി ഹസ്ബൻഡറി ആണ്. 2ാം വർഷത്തിലെ ചാപ്റ്റേഴ്സ് ആണ് ഇനി മുതൽ വരുന്നത്. പൗൾട്രിയുമായി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ടും വരുന്നത്. ഇതുവരെ ലൈഫ് സ്റ്റോക്ക് ഭാഗത്ത് നിന്നായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷം മുതൽ പൗൾട്രിയും കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം മനസ്സിലാക്കി പഠിക്കുക. എന്ന ടേമോടെ നമുക്ക് തുടങ്ങാം. പൗൾട്രി എന്നാൽ പൗൾ അഥവാ പിള്ളസ് എന്ന് പറയുന്ന സ്മോൾ ആനിമൽ എന്ന അർത്ഥം വരുന്ന ഒരു വേർഡാണ്. ഒരു ലാറ്റിൻ വേർഡാണ് പുള്ളസ് എന്ന് പറയുന്നത്. അതിനർത്ഥം സ്മോൾ ആനിമൽ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ഡൊമസ്റ്റിക് ബേർഡ്സ് ആയിട്ടുള്ള, കൂടുതലായിട്ടും മനുഷ്യർ മാംസത്തിനായിട്ടും ഇറച്ചിക്കായിട്ടും വളർത്തുന്ന ഡൊമസ്റ്റിക് ആനിമൽസ് ആണ് പൗൾട്രി എന്ന കാറ്റഗറിയിൽ വരുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ചിക്കൻ, ഡക്ക്, ഗിനിയ ഫോൾ, ക്വെയിൽ ആൻഡ് ടർക്കി. പൗൾട്രിയുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സ് kept by the human for the egg they produce, their meat, their feathers or sometime as pet. Common terms used in poultry ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേംസ് പൗൾട്രി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ടേംസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിക്ക് എന്നാൽ എന്ത്? 8 ആഴ്ച പ്രായം വരെയുള്ള കോഴി കുഞ്ഞുങ്ങളെയാണ്, യങ് ചിക്കനെയാണ് നമ്മൾ ചിക്ക് എന്ന് വിളിക്കുന്നത്. ഹാച്ചിങ്ങിന് ശേഷം 8 ആഴ്ച വരെ പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങളെയാണ് ചിക്ക് എന്ന് വിളിക്കുന്നത്. ഗ്രോവിംഗ് പീരീഡ് എന്ന് വെച്ചാൽ 8 ആഴ്ചയ്ക്ക് ശേഷം, അതായത് 9ാം ആഴ്ച മുതൽ 20ാമത്തെ ആഴ്ച വരെ ഗ്രോവർ എന്നും, ലെയർ എന്നാൽ 21ാം ആഴ്ച മുതൽ എപ്പോഴാണോ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്, അതായത് എഗ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ലെയർ എന്ന് വിളിക്കുന്നത്. ബ്രോയിലർ എന്ന് പറയുമ്പോൾ 8 ആഴ്ച പ്രായമുള്ള ഐദർ സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ. ലെയർ എപ്പോഴും ഫീമെയിൽ ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. യങ് ചിക്കൻ യൂഷ്വലി ഓഫ് 8 weeks of age with 1.5 to 2 kg of weight with tender meat, soft pliable flesh, smooth textured skin, flexible breast bone cartilage. 8 ആഴ്ച പ്രായമുള്ള ഐദർ സെക്സിലുള്ള മെയിലോ ഫീമെയിലോ ആകാം, 1.5 മുതൽ 2 കിലോഗ്രാം ഭാരം വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ഉള്ള ബേർഡ്സിനെയാണ് നമ്മൾ ബ്രോയിലർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 4 ടേംസ് നിർബന്ധമായും അറിഞ്ഞിരിക്കുക. ചിക്ക്, ഗ്രോവർ, ലെയർ ആൻഡ് ബ്രോയിലർ. അതിന്റെ സ്റ്റേജ്, ഏജ് ഗ്രൂപ്പ് ഏതിലാ വരുന്നതെന്നും കൂടെ അറിയുക. ചിക്ക് 8 ആഴ്ച പ്രായം വരെ, സെയിം തന്നെയാണ് ബ്രോയിലറിൽ വരുന്നത്, എന്നാൽ അവിടെ വെയിറ്റ് കൂടുതലായിരിക്കും. ഗ്രോവർ എന്ന് പറയുമ്പോൾ 9 മുതൽ 20 ആഴ്ച പ്രായം വരെയും, ലെയർ 21ാമത്തെ ആഴ്ച മുതലുമാണ്. ഫീമെയിൽ ബേർഡ്സ് ആണ് ലെയറിൽ വരുന്നത്. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ശാസ്ത്രീയ നാമങ്ങൾ, സയന്റിഫിക് നെയിംസ് ആണ്. ചിക്കൻ ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ്, ഡക്ക് ആനസ് പ്ലാറ്റിയറിംഗസ്, ടർക്കി മലാഗ്രിസ് ഗാലപ്പാവോ, ജാപ്പനീസ് ക്വെയിൽ കൊട്ടൂർണിക്സ് കൊട്ടൂർണിക്സ് ജാപ്പോനിക്ക. ഇതിൽ ചിക്കൻ എന്ന് പറയുമ്പോൾ റെഡ് ജംഗിൾ ഫൗൾ ആണെങ്കിൽ ശ്രദ്ധിക്കണം, ഗാലസ് ഗാലസ് എന്ന് മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഡൊമസ്റ്റിക് ചിക്കൻ ആണെങ്കിലാണ് ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് എന്ന് എഴുതേണ്ടത്. ശ്രദ്ധാപൂർവം വേണം എഴുതുവാനായിട്ട്. അപ്പൊ ചിക്കന്റെ സയന്റിഫിക് നെയിം ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ്, ഡക്ക് ആനസ് പ്ലാറ്റിയറിംഗസ്, ടർക്കി മലാഗ്രിസ് ഗാലപ്പോവോ, ജാപ്പനീസ് ക്വെയിൽ കൊട്ടൂർണിക്സ് കൊട്ടൂർണിക്സ് ജാപ്പോനിക്ക. അടുത്തതായിട്ട് ബോഡി പാർട്സ് ഓഫ് ഫൗൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തലയിൽ കാണുന്ന കോമ്പ്, വാറ്റിൽ, ഹാക്കിൾസ് ഇതെല്ലാം വലുതായിരിക്കും പൂവൻ കോഴിയിൽ, എന്നാൽ പിടക്കോഴിയിൽ അവ ചെറുതായിരിക്കും. കോമ്പ്, വാറ്റിൽ, ഹാക്കിൾസ്, കേപ്പ്, കഴുത്തിന്റെ പുറകുവശത്തെ കേപ്പ് എന്നും, കഴുത്തിന് താഴെ കേപ്പിന് താഴ്ഭാഗത്തായി കാണുന്ന ഭാഗിനെ ബാക്ക് എന്നും, സാഡിൽ ഫെദേഴ്സ് കാണുന്ന റീജിയനെ സാഡിൽ എന്നും. കൂടാതെ മെയിൽ കോഴിക്കും ഫീമെയിൽ കോഴിക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, മെയിൻ ടൈൽ ഫെദർ മെയിലിനും ഫീമെയിൽ ചിക്കനും ഉണ്ടാകും, എന്നാൽ സിക്കിൾ ഫെദേഴ്സ് പൂവൻ കോഴിക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ റോസ്റ്ററിന്റെ മാത്രം പ്രത്യേകതയാണ് ലാർജ് കോമ്പ്, വെൽ ഡെവലപ്ഡ് ഹാക്കിൾ, സാഡിൽ ഫെദേഴ്സ് ആൻഡ് സിക്കിൾ ഫെദേഴ്സ്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പൗൾട്രി ഇൻഡസ്ട്രി ഇൻ കേരള. കേരളത്തിൽ പൗൾട്രി ഇൻഡസ്ട്രി അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ABC സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ലാൻഡ് ഇല്ലായ്ക, ലാക്ക് ഓഫ് സഫിഷ്യന്റ് ലാൻഡ്,
ഹൈ കോസ്റ്റ് ഓഫ് ലേബർ, ഫീഡ് കോസ്റ്റ് ഹൈ ആണ്, ഇൻട്രസ്റ്റഡ് ഫാമേഴ്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്, ഡക്ക് പോപ്പുലേഷൻ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയി തന്നെ കിടക്കുന്നു, ഇത്രയും വെള്ളക്കെട്ടുകൾ ധാരാളമുള്ള കേരളത്തിൽ. കൂടാതെ ബാക്ക്യാർഡ് പൗൾട്രി യൂണിറ്റ്സിന്റെ എണ്ണം വളരെ കുറവാണ്, ലാക്ക് ഓഫ് പ്രോപ്പർ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്, ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഗവൺമെന്റ് തലത്തിൽ പറയുമ്പോൾ. റെഡ്യൂസ്ഡ് അവൈലബിലിറ്റി ഓഫ് ഗുഡ് ക്വാളിറ്റി ക്രോസ് ബ്രീഡ് ചിക്സ്, നല്ല ക്വാളിറ്റിയുള്ള ചിക്സ് കേരളത്തിൽ അവൈലബിൾ അല്ല, കൊണ്ടുവരേണ്ടത് ഹൈദരാബാദിൽ നിന്നൊക്കെയാണ്. അപ്പൊ അതിന് ഇമ്പോർട്ടിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട ട്രാവലിംഗ് കോസ്റ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ പൗൾട്രി ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന കേരളത്തിലെ പ്രശ്നങ്ങൾ. ചാപ്റ്റർ ആണ് ഫീഡ്സ് ആൻഡ് ഫീഡിംഗ് ഓഫ് പൗൾട്രി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സ്പെസിഫിക്കേഷൻ ഓഫ് ഫീഡ് നോക്കാം. പൗൾട്രി ഫീഡ് BIS സ്പെസിഫിക്കേഷൻ പ്രകാരം ബ്രോയിലർ ഫീഡിന്റെയും ലെയർ ഫീഡിന്റെയും ക്വാളിറ്റി പറയുന്നു ഈ ചാർട്ട്. നിർബന്ധമായും പഠിക്കുക. ആദ്യം നമ്മൾ ബ്രോയിലർ ഫീഡിനാണ് പറയുന്നത്. ബ്രോയിലർ ഫീഡ് 3 കാറ്റഗറിയിലാണ് ലഭിക്കുന്നത്. 8 ആഴ്ച വരെ കൊടുക്കേണ്ട തീറ്റകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രീ സ്റ്റാർട്ടർ, സ്റ്റാർട്ടർ, ഫിനിഷർ. ഇതിൽ പ്രീ സ്റ്റാർട്ടറിൽ എപ്പോഴും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കൂടുതലായി നടക്കുന്നത് കൊണ്ട് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫീഡാണ് കൊടുക്കുക. ഫിനിഷറിൽ കൂടുതലായിട്ട് ഗ്രോത്തിൽ എനർജിയാണ് ആവശ്യമായിട്ട് വരുന്നത്, ഫാറ്റനിങ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടറിലും ഫിനിഷറിലും മെറ്റബോളൈസബിൾ എനർജി കണ്ടന്റ് കൂടുതലുള്ള ഫുഡാണ് കൊടുക്കേണ്ടത്. പ്രീ സ്റ്റാർട്ടറിൽ ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റ് 23, സ്റ്റാർട്ടർ 22, ഫിനിഷർ 20. മെറ്റബോളൈസബിൾ എനർജി 3000, 3100 ആൻഡ് 3200. ബാക്കിയുള്ള എല്ലാ ക്രൈറ്റീരിയ, ദാറ്റ് ഈസ് മോയ്സ്ചർ പെർസെൻറ്റേജ്, സോൾട്ട് ആൻഡ് അഫ്ലാടോക്സിൻ ലെവൽ എല്ലാ തീറ്റയിലും ഒന്നാണ്. മോയ്സ്ചർ പെർസെൻറ്റേജ് 11 ആണ് എല്ലാത്തിലും. സോൾട്ട് പെർസെൻറ്റേജ് മാക്സിമം 0.5%. ദെൻ അഫ്ലാടോക്സിൻ പാർട്സ് പെർ ബില്യൺ 20 ആണ് എല്ലാത്തിലും. ഇനി ലെയർ ഫീഡ് നോക്കുന്ന സമയത്ത് ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റ് ചിക്സ് പീരീഡിലായിരിക്കും ഏറ്റവും കൂടുതൽ വരിക. പിന്നീട് ലെയർ ഫേസ് 1 കുറച്ച് കൂടി നിൽക്കുന്നത്. ലെയർ ഫേസ് 2 ഗ്രോവർ പീരീഡിലും ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോൾ ചിക്ക് സ്റ്റേജിൽ 20%, ഗ്രോവർ ഫേസിൽ 16%, ലെയർ ഫേസ് 1 18%, ലെയർ ഫേസ് 2 16%. മെറ്റബോളൈസബിൾ എനർജി നോക്കുമ്പോൾ 2800 ഇൻ ചിക്സ്, ഗ്രോവർ ഫേസിൽ 2500, ലെയർ ഫേസ് 1 ആകുമ്പോൾ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എനർജി ആവശ്യമായിട്ട് വരുന്നു 2600. ലെയർ ഫേസ് 2 പ്രൊഡക്ഷൻ ഡിക്ലൈനിങ് സ്റ്റേജ് ആയതുകൊണ്ട് 2400. ഇപ്പോൾ ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റും മെറ്റബോളൈസബിൾ എനർജി കണ്ടന്റും നിർബന്ധമായും പഠിച്ചിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, മെറ്റബോളൈസബിൾ എനർജി എന്ന് പറഞ്ഞ ടേം ഉപയോഗപ്പെടുത്തുന്നത് പൗൾട്രി ഫീഡിൽ മാത്രമാണ്. ഈ ഒരു ചാർട്ട് നിർബന്ധമായും പഠിക്കുക. പർപ്പസ് ഓഫ് ഫീഡിംഗ്. പ്രധാനമായിട്ടും 2 പർപ്പസ് ആണ് ഫീഡിംഗ് കൊണ്ട് നമ്മുടെ ഉദ്ദേശം. പ്രൊഡക്ഷൻ റിക്വയർമെന്റും ഫിസിയോളജിക്കൽ റിക്വയർമെന്റും. അതായത് മീറ്റ് ആൻഡ് എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും കൂടാതെ മെയിൻ്റനൻസ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ആൻഡ് ഫാറ്റനിങ് ഇവയ്ക്ക് വേണ്ടിയിട്ടുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഫീഡ് കോഴികൾക്ക് കൊടുക്കുന്നത്. പ്രൊഡക്ഷൻ റിക്വയർമെന്റിന് വേണ്ടിയിട്ടും ടു മീറ്റ് ദ ഫിസിയോളജിക്കൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പർപ്പസ് ഓഫ് ഫീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു മീറ്റ് ദ പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ആൻഡ് ടു മീറ്റ് ദ ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്. ഫീഡ് ഇൻഗ്രീഡിയൻസ്. കോഴിത്തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന കോമൺ ഫീഡ് ഇൻഗ്രീഡിയൻസ് ഓരോന്നും അറിഞ്ഞു വെക്കുക. യെല്ലോ മെയ്സ്, ഗ്രൗണ്ട്നട്ട് കേക്ക്, ജിഞ്ചിലി ഓയിൽ കേക്ക്, റൈസ് പോളിഷ്, വീറ്റ് ബ്രാൻ, റൈസ് ബ്രാൻ, ടാപ്പിയോക്ക, അൺസോൾട്ടഡ് ഡ്രൈഡ് ഫിഷ്, ഫിഷ് മീൽ, അനിമൽ ഫാറ്റ്, പൗൾട്രി ഫാറ്റ്, യെല്ലോ ഗ്രീസ്, മിനറൽ ആൻഡ് വിറ്റാമിൻ മിക്സ്ചർ ആൻഡ് സോൾട്ട്. ഈ 12 സാധനങ്ങളാണ് സാധാരണഗതിയിൽ കാറ്റിൽ ഫീഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് യൂറിയ ഒഴികെയുള്ള ബാക്കി എല്ലാ വസ്തുക്കളും നമ്മൾ കാറ്റിൽ ഫീഡിൽ കവിഞ്ഞ് ആഡ് ചെയ്യാറുണ്ട് പൗൾട്രി ഫീഡിൽ. പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. യെല്ലോ മെയ്സ്, ഗ്രൗണ്ട്നട്ട് കേക്ക്, ജിഞ്ചിലി ഓയിൽ കേക്ക്. ഇതിൽ ഗ്രൗണ്ട്നട്ട് കേക്ക് സാധാരണഗതിയിൽ താറാവ് തീറ്റയിൽ ഉൾപ്പെടുത്താറില്ല. അഫ്ലാടോക്സിക്കോസിസ് എന്ന് പറയുന്ന പ്രശ്നം സാധ്യത ഉള്ളതുകൊണ്ട്. ജിഞ്ചിലി ഓയിൽ കേക്ക്, ഗ്രൗണ്ട്നട്ട് കേക്ക്, റൈസ് പോളിഷ്, വീറ്റ് ബ്രാൻ, റൈസ് ബ്രാൻ, ടാപ്പിയോക്ക, അൺസോൾട്ടഡ് ഡ്രൈഡ് ഫിഷ്, ഫിഷ് മീൽ, അനിമൽ ഫാറ്റ്, പൗൾട്രി ഫാറ്റ്, യെല്ലോ ഗ്രീസ്, മിനറൽ ആൻഡ് വിറ്റാമിൻ മിക്സ്ചർ ആൻഡ് സോൾട്ട്. നമ്മൾ കൊടുക്കുന്ന തീറ്റ ഇൻഗ്രീഡിയൻസ് ബേസ്ഡ് ഓൺ ദെയർ സോഴ്സ് ഓഫ് എനർജി. നമ്മൾ കൊടുക്കുന്ന തീറ്റയിലുള്ള എന്ത് എനർജിയാണ് അവയ്ക്ക് കിട്ടുന്നതിന് എന്നെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്.
കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആയിട്ട് കൊടുക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ പേരുകൾ ഇതെല്ലാമാണ്. യെല്ലോ മൈസ്, റൈസ് പോളിഷ്, വീറ്റ് ബ്രാൻ, റൈസ് ബ്രാൻ ആൻഡ് ടാപ്പിയോക്ക. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. യെല്ലോ മൈസ്, റൈസ് പോളിഷ്, വീറ്റ് ബ്രാൻ, റൈസ് ബ്രാൻ ആൻഡ് ടാപ്പിയോക്ക. ബ്രാൻസും ടാപ്പിയോക്കയും കൂടാതെ ധാന്യങ്ങളും കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സുകളായിട്ട് അറിയപ്പെടുന്നു. അടുത്തതായിട്ട് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് പ്രധാനമായിട്ടും ഓയിൽ കേക്ക്സ് ആണ് വരുന്നത്. ഗ്രൗണ്ട്നട്ട് കേക്ക്, ജിഞ്ചിലി ഓയിൽ കേക്ക്, അൺസോൾട്ടഡ് ഡ്രൈഡ് ഫിഷും ഫിഷ് മീലും. അതും അനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീനും പ്ലാന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ സോഴ്സും ഉണ്ട്. അതിൽ പ്ലാന്റ് സോഴ്സിൽ ഗ്രൗണ്ട്നട്ട് കേക്ക്സും ഓയിൽ കേക്ക്സും, അനിമൽ സോഴ്സിൽ അൺസോൾട്ടഡ് ഡ്രൈഡ് ഫിഷും ഫിഷ് മീലുമാണ് വരുന്നത്. കൂടാതെ ഫാറ്റ് സോഴ്സ് ആയിട്ട് ഓയിൽ കേക്ക് കൂടാതെ അനിമൽ ഫാറ്റ്, പൗൾട്രി ഫാറ്റ്, യെല്ലോ ഗ്രീസ് എന്നിവയും ചേർക്കാറുണ്ട്. വിറ്റാമിൻ ആൻഡ് മിനറൽ സോഴ്സ് ആയിട്ട് സാധാരണഗതിയിൽ നമ്മൾ പൗൾട്രി റേഷനിൽ ആഡ് ചെയ്യപ്പെടുന്നത് കാൽസ്യം സപ്ലിമെന്റ്സ് ആയിട്ടുള്ള ഷെൽ ക്രിറ്റ്, റൈബോഫ്ലാവിന്റെ പൗഡർ, ബി കോംപ്ലക്സ് മിക്സ്ചർ, മൾട്ടി വിറ്റാമിൻ ഫീഡ് സപ്ലിമെന്റ്സ് കൂടാതെ അഡീഷണൽ ആയിട്ട് വിറ്റാമിൻ ആൻഡ് മിനറൽ സോഴ്സ് ആയിട്ട് ഗ്രീൻ പ്ലാന്റ്സും പൗൾട്രി റേഷനിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇത്രയുമാണ് പൗൾട്രി റേഷനിൽ നിന്നും എന്ത് ഊർജ്ജമാണ് അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ ഭക്ഷണമായി കൊടുക്കുന്ന സമയത്ത് എന്ത് സോഴ്സ് ഓഫ് എനർജിയാണ് അവയ്ക്ക് കിട്ടുന്നത് എന്നുള്ളത് ചാർട്ടാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഫീഡ് അഡിറ്റീവ്സ് ആൻഡ് സപ്ലിമെന്റ്സ് എന്നിവ. അഡീഷണൽ ആയിട്ട് അഥവാ ഇന്റൻഷനലി ഫീഡിൽ ആഡ് ചെയ്യുന്ന ഫീഡ് ഇൻഗ്രീഡിയൻസ് ഒഴികെയുള്ള ഭക്ഷ്യവിഭവങ്ങളെയാണ് നമ്മൾ ഫീഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് ഫീഡിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും കൺസിസ്റ്റൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ന്യൂട്രിറ്റീവ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ന്യൂട്രിയന്റ് അവൈലബിലിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടും ടെക്സ്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് സാധാരണഗതിയിൽ ഫീഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ദേ ആർ ഇന്റൻഷനലി ആഡഡ് ingredient which improve physical appearance, consistency, nutritive quality, shelf life and nutrient availability of poultry feed. ഫീഡ് അഡിറ്റീവ്സ് രണ്ടു തരത്തിൽ കാണപ്പെടുന്നു. ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സും നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സും. ഇതിൽ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻസ് പ്രത്യേകിച്ചും സപ്ലിമെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. അതിന് ഉദാഹരണമാണ് വിറ്റാമിൻസ്, ട്രേസ് മിനറൽസ് ആൻഡ് അമിനോ ആസിഡുകൾ. എന്നാൽ നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് കൊണ്ട് പ്രത്യേകിച്ച് ന്യൂട്രിയന്റ് അവൈലബിലിറ്റി ഒന്നും തന്നെ ഇല്ല, അഥവാ ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും തന്നെ ഇല്ല. പക്ഷെ പലപ്പോഴും ക്വാളിറ്റി ഓഫ് ഫീഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, ആന്റിബയോട്ടിക്സ്, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്, ആന്റി കോക്സിഡിയൽസ്, ഇമൽസിഫയേഴ്സ്, ഫ്ലേവേഴ്സ്, കരോട്ടിനോയിഡ്സ് എന്നിവ. അപ്പൊ തന്നിട്ട് ഓപ്ഷൻസ് തന്നിട്ട് പ്രീബയോട്ടിക്, പ്രോബയോട്ടിക്, ആന്റിബയോട്ടിക്സ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് ആണ്. എന്നാൽ വിറ്റാമിൻ, ട്രേസ് മിനറൽ, അമിനോ ആസിഡ്സ് ഇതൊക്കെ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സിന് എക്സാമ്പിൾസ് ആണ്. ഫോംസ് ഓഫ് ഫീഡിൽ ആദ്യത്തെ ഫോമാണ് മാഷ് ഫോം. പൊടിത്തീറ്റനെയാണ് നമ്മൾ മാഷ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫീഡ് ഇൻഗ്രീഡിയൻസിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് പൊടിച്ചെടുക്കുന്നു. അത്തരത്തിൽ ഉണ്ടാവുന്ന ഫീഡിനെയാണ് നമ്മൾ മാഷ് ഫീഡ് എന്ന് പറയുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നായിരിക്കും ചോദ്യം വരാൻ സാധ്യതയുള്ളത്. ഡിസഡ്വാൻറ്റേജസ് ഇവയൊക്കെയാണ്. സെലക്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസിന്റെ സാധ്യത വളരെ കൂടുതലാണ് കോഴികളുടെ കാര്യത്തിൽ. കാരണം കൊത്തിയെടുക്കുന്ന സമയത്ത് സ്മോളർ പാർട്ടിക്കിൾസ് പലപ്പോഴും കോഴികൾ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫീഡ് വേസ്റ്റേജ് ഉള്ള ചാൻസും വളരെ കൂടുതലാണ്. ഡസ്റ്റിനെസ്, അതായത് ഷെഡിൽ ഡസ്റ്റിന്റെ പ്രസൻസ് വളരെ കൂടുതലായിരിക്കും ഫീഡിന്റെ സമയത്ത്. എളുപ്പത്തിൽ നനയാനുള്ള സാധ്യത കൂടുതലായതിനാൽ ഫംഗസ് അറ്റാക്കിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മാഷ് ഫോം ഓഫ് ഫീഡിന്. അടുത്തതായിട്ട് പെല്ലറ്റ് ഫീഡിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത് ഫീഡ് വേസ്റ്റേജ് കുറയാം, സെലക്റ്റീവ് ഫീഡിംഗ് തടയാൻ പറ്റുന്നു, ലേബർ റിക്വയർമെന്റ് വളരെ കുറച്ച് മതി ഫീഡിങ്ങിനായിട്ടുള്ളത്, ഡസ്റ്റിനെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു, സെലക്റ്റീവ് ഫീഡ് ഇൻഗ്രീഡിയന്റ് സെലക്ഷൻ ഓഫ് ഫീഡ് അഥവാ തിരഞ്ഞെടുത്ത് കഴിക്കുന്ന രീതി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. കൂടാതെ പെല്ലറ്റിന്റെ ഭാഗമായിട്ട് ഹൈ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ കൊടുത്തിട്ടാണ് പെല്ലറ്റിംഗ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചില ബാക്ടീരിയാസ് ഫീഡിൽ എങ്ങാനും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനും ഇത് സാധ്യമാക്കുന്നു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് മെത്തേഡ് ആണ് പെല്ലറ്റിംഗ് എന്ന് പറയുന്നത്. ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമായി വരുന്നു. കൂടാതെ കാനിബോളിസത്തിന് സാധ്യത കൂടുന്നു. പെല്ലറ്റ് തീറ്റ മാത്രം കൊടുത്ത് വളർത്തുന്നത് വലിയ വലിയ കഷ്ണം കൊത്തിയെടുത്ത് ശീലമായതുകൊണ്ട് പലപ്പോഴും കാനിബോളിസം എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ കോഴികളിൽ കാണപ്പെടാറുണ്ട്.
കൂടാതെ പെല്ലറ്റ് തീറ്റയാവുന്ന സമയത്ത് കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും സാധ്യമല്ല. അപ്പൊ കോഴി കുഞ്ഞുങ്ങൾക്ക് മാഷ് ഫീഡിങ്ങും അഡൽട്ട് കോഴികൾക്ക് പെല്ലറ്റ് ഫീഡിങ്ങുമാണ് ഏറ്റവും ഉത്തമം. സിസ്റ്റംസ്. കോഴികൾക്ക് കൊടുക്കുന്ന ഫീഡിംഗ് രീതികൾ 3 രീതിയിലാണ് സാധാരണഗതിയിൽ കൊടുത്തു വരുന്നത്. ഫാമിൽ പ്രാക്ടീസ് ചെയ്യുന്ന 3 സിസ്റ്റംസ് ആണ് ഫീഡിംഗ് സിസ്റ്റം. അഡ് ലിബിറ്റം സിസ്റ്റം ഓർ ഫുൾ ഫീഡിംഗ്, റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ആൻഡ് ഫേസ് ഫീഡിംഗ്. ആദ്യത്തെ മെത്തേഡാണ് അഡ് ലിബിറ്റം ഫീഡിംഗ് ഓർ ഫുൾ ഫീഡിംഗ് എന്നത്. അഡ് ലിബിറ്റം എന്നാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യഥേഷ്ടം തീറ്റ കൊടുത്ത് വളർത്തുന്ന രീതിയാണ് അഡ് ലിബിറ്റം ഫീഡിംഗ് എന്ന് പറയുന്നത്. ഓൾ ടൈം സദാസമയവും കോഴിയുടെ ഫ്രണ്ടിൽ തീറ്റ കിട്ടുന്ന രീതിയാണ് അഡ് ലിബിറ്റം ഫീഡിംഗ് അഥവാ ഫുൾ ഫീഡിംഗ്. ഡെഫിനിഷൻ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഫീഡ് ഈസ് മേഡ് അവൈലബിൾ അറ്റ് ഓൾ ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദ ബേർഡ് സോ ദാറ്റ് ദേ ക്യാൻ കൺസ്യൂം ആസ് മച്ച് ആസ് ദേ വാണ്ട് അറ്റ് ഓൾ ടൈം. പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ഫീഡിംഗ് കോസ്റ്റ്. അടുത്ത മെത്തേഡാണ് റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ്. റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് സാധാരണയായിട്ട് ബ്രോയിലർ ബ്രീഡ്സിലും ഗ്രോവർ ബ്രീഡ്സിലുമാണ് പ്രാക്ടീസ് ചെയ്തു വരുന്നത്. സ്ട്രെസ് പീരീഡ്, പ്രത്യേകിച്ചും ലേയിങ് പീരീഡിൽ ഒരു കാരണവശാലും റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് പ്രാക്ടീസ് ചെയ്യരുത്. ഗ്രോവേഴ്സിന്റെയും ബ്രോയിലർ ബ്രീഡേഴ്സിന്റെയും കാര്യത്തിലാണ് സാധാരണഗതിയിൽ റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് പ്രാക്ടീസ് ചെയ്ത് വരാറുള്ളത്. റെസ്ട്രിക്റ്റഡ് ഫീഡിംഗിന്റെ പ്രധാനപ്പെട്ട 5 രീതികളാണ് പറയുന്നത്. സപ്ലൈ ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫീഡ് പെർ ഡേ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്. Feeding time per day can be restricted. Birds may be fed on alternate days. Skip a day feeding in a week. Content of major nutrient can be restricted quantitatively. അപ്പോൾ 5 മെത്തേഡ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ആണ് തന്നിരിക്കുന്നത്. മൊത്തമായി കൊടുക്കുന്ന തീറ്റയുടെ അളവ് നമുക്ക് കുറയ്ക്കാം. ഒരു ദിവസം 2 തവണ എന്നതിന് പകരം ഒരു ദിവസം 1 തവണ ആക്കി കുറയ്ക്കാവുന്നതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ തീറ്റ കൊടുത്ത് നമുക്ക് ശീലിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം തീറ്റ കൊടുക്കാതെ ഇരിക്കാം. കൂടാതെ മേജർ ന്യൂട്രിയന്റ് കണ്ടന്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള തീറ്റ രീതിയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 5 മെത്തേഡ്സ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ആണ് സാധ്യമായിട്ട് ഉള്ളത്. ഒരു കാരണവശാലും സ്ട്രെസ് പീരീഡ്, പ്രത്യേകിച്ചും ലേയിങ് പീരീഡിൽ റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ഫോളോ ചെയ്യരുത്. റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത് ഗ്രോവേഴ്സിലാണ് എസ്പെഷ്യലി, പിന്നെ കൂടാതെ ബ്രോയിലർ ബ്രീഡേഴ്സിലും. Advantages of restricted feeding: delayed sexual maturity, thereby increasing egg weight. Low fat deposition, so low body weight at laying. Low feeding cost. Feed restriction during growing period lead to better livability during laying period. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു ഗ്രോവർ പീരീഡിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് ലെയേഴ്സ് നമുക്ക് ലഭിക്കാറുണ്ട്. സെക്ഷൽ മെച്യൂരിറ്റി ഡിലേ ചെയ്യാൻ കഴിയും. അതുവഴി ആദ്യം ഇടുന്ന മുട്ടകൾ തന്നെ അത്യാവശ്യം നല്ല സൈസിൽ ലഭിക്കുന്നു. കൊഴുപ്പ് അധികമായി ശരീരത്തിൽ അടിഞ്ഞു കൂടാതെ വരുന്നു. കുറഞ്ഞ തീറ്റ കൊടുത്തുകൊണ്ടുവരുന്നത് കൊണ്ട് ഫീഡിംഗ് കോസ്റ്റ് നമുക്ക് കുറച്ചു കൊണ്ടുവരാം. കൂടാതെ ബെറ്റർ ലിവബിലിറ്റി, ലേയിങ് പീരീഡിൽ ബെറ്റർ ലോങ് ടൈം ലിവബിലിറ്റി നമുക്ക് ലഭിക്കുന്നു. ദീർഘകാലം മുട്ട ഉൽപാദനം നമുക്ക് അവയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. മെത്തേഡ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ആണ് ഫേസ് ഫീഡിംഗ്. ഇത് ചെയ്യപ്പെടുന്നത് ലെയേഴ്സിലാണ്. നമ്മൾ പറഞ്ഞു ലെയർ ഫീഡിങ്ങിൽ 2 രീതിയിൽ ഫേസ് 1 ഫീഡിങ്ങും ഫേസ് 2 ഫീഡിങ്ങും നമുക്ക് ചെയ്യാമെന്ന്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആകെ മൊത്തമുള്ള ലേയിങ് പീരീഡ് 21 മുതൽ 72 ആഴ്ച വരെയാണ് ലേയിങ് പീരീഡ് എന്ന് പറയുന്നത്. 21 to 72 വീക്സ് ആണ് ലേയിങ് പീരീഡ് എന്ന് പറയുന്നത്. അതിനെ 2 ഫേസ് ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഫേസ് 1ഉം ഫേസ് 2യും. ഫേസ് 1ഉം ഫേസ് 2ഉം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് 21 മുതൽ 45 ആഴ്ച വരെയും രണ്ടാം ഫേസ് എന്ന് പറയുന്നത് 46 to 72 വീക്സ് ആണ്. ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള 21 to 45 വീക്സിൽ റെസ്ട്രിക്റ്റഡ് ഫീഡിങ്ങിൽ ന്യൂട്രിയൻ റിക്വയർമെന്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എഗ് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആയതിനാൽ ആ ഫേസിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻ റിക്വയർമെന്റ് ഉള്ള ഫീഡ് തന്നെ കൊടുക്കാവുന്നതാണ്. എന്നാൽ ഫേസ് 2വിൽ ന്യൂട്രിയൻ റിക്വയർമെന്റ് വളരെ കുറച്ച് മതി. കാരണം എഗ് പ്രൊഡക്ഷൻ ലേയിങ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്നു. പതുക്കെ ന്യൂട്രിയൻ റിക്വയർമെന്റ് നമുക്ക് കുറവ് നമ്മുടെ കോഴികൾക്ക് മതിയാകും. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻ കണ്ടന്റ് സെക്കൻഡ് ഫേസിലുള്ള പൗൾട്രി ഫീഡിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ആണ് വാട്ട് ഈസ് ഫീഡ് എഫിഷ്യൻസി. ക്വാണ്ടിറ്റി ഓഫ് ഫീഡ് റിക്വയർഡ് ഇൻ kilograms for producing
1 kilo live weight or 1 dozen of eggs in layers. അതാണ് ഫീഡ് എഫിഷ്യൻസി. ഫീഡ് എഫിഷ്യൻസിയുടെ ഡെഫിനേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കുക. Quantity of feed required in kilogram for producing 1 kilogram of live weight in broilers or 1 dozen of eggs in layers. ഇറച്ചിക്കോഴികളിൽ 1 കിലോഗ്രാം ഇറച്ചി ഭാരം വെക്കുവാൻ വേണ്ടിയിട്ട് ലൈവ് വെയിറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഫീഡ് കൊടുക്കണമെന്നും 1 ഡസൻ മുട്ടയിടാൻ വേണ്ടിയിട്ട് ലേയേഴ്സിൽ എത്ര കിലോഗ്രാം ഫീഡ് കൊടുക്കണം എന്നതിനുമാണ് നമ്മൾ ഫീഡ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബ്രോയിലേഴ്സിന്റെ കേസ് ആണെങ്കിൽ 1 കിലോ ലൈവ് വെയിറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1.8 to 2 ആണ് ബെസ്റ്റ് ഫീഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതിൽ കൂടുമ്പോഴാണ് പലപ്പോഴും ബ്രോയിലർ ഫാമിംഗ് നഷ്ടമായി വരുന്നത്. അപ്പോൾ 1 കിലോ ലൈവ് വെയിറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോയിലേഴ്സിൽ 1.8 to 2 kg ആണ് ആവശ്യം. ഇനി ലെയേഴ്സിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഫീഡ് എഫിഷ്യൻസി പെർ കിലോഗ്രാം ഓഫ് എഗ് മാസ്, 1 കിലോഗ്രാം മുട്ട ഉൽപാദനത്തിന് എത്രത്തോളം ഫീഡ് കൊടുക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഫോർമുലയാണ് FCR is equal to kilogram of feed consumed divided by kilogram of egg produced. വാല്യൂ 2.2 അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ മാത്രമാണ് ആ ഫാം ലാഭത്തിലായിരിക്കുക. 2.2വിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഫാം നഷ്ടത്തിലാകും. ഫീഡ് എഫിഷ്യൻസി പെർ ഡസൻ ഓഫ് എഗ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല FCR is equal to kilogram of feed consumed divided by total egg produced divided by 12. ഇത് 1.5 അല്ലെങ്കിൽ കുറവിലായിരിക്കണം, എന്നാൽ മാത്രമേ അഡ്വാൻറ്റേജ് ആവുകയുള്ളൂ. ഇപ്പൊ ഫീഡ് എഫിഷ്യൻസി ഇൻ ലെയർ എന്ന് പറയുന്നത് കിലോഗ്രാമിലാണെങ്കിൽ കിലോഗ്രാം ഓഫ് എഗിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 2.2 ഓർ ലെസ് ആയിരിക്കണം. ഡസൻ ഓഫ് എഗ്സ് ആണെങ്കിൽ 1.5 ഓർ ലെസ് ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് കോമൺ പൗൾട്രി എക്യുപ്മെന്റ്സ്. പൗൾട്രി എക്യുപ്മെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വേണം ചെയ്യുവാനായിട്ട്. സെലക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യാനും ഡിസിൻഫെക്ട് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കണം യൂസേജിന് ശേഷം. ഏജിന് സ്യൂട്ടഡ് ആയിരിക്കണം. ചിക്ക് സ്റ്റേജ്, ഗ്രോവർ സ്റ്റേജ്, ലെയർ സ്റ്റേജ്, ബ്രോയിലർ സ്റ്റേജ്, ഓരോ സ്റ്റേജിനും പറ്റിയ സൈസിലുള്ളതായിരിക്കണം നമ്മൾ പൗൾട്രി ഹൗസ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. should not be harmful to the birds, durable and easy to clean and use, minimize the wastage of feed and waters. ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക പൗൾട്രി ഹൗസ് എക്യുപ്മെന്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത്. ആദ്യത്തേത് ബ്രൂഡർ ഹൗസ് എക്യുപ്മെന്റ് ആണ്. അപ്പൊ ബ്രൂഡർ ഹൗസ് എക്യുപ്മെന്റ്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹോവർ അല്ലെങ്കിൽ ബ്രൂഡർ വിത്ത് ചിക്ക് ഗോഡ്, ഫീഡേഴ്സ് ആൻഡ് വാട്ടറേഴ്സ്. ചോദിക്കാവുന്ന ചോദ്യം, ഹോവർ ഓർ ബ്രൂഡർ ഓർ ചിക്ക് ഗാർഡ്സ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് ഹൗസ്, ദാറ്റ് ഈസ് ബ്രൂഡർ ഹൗസ്. ടൈപ്സ് ഓഫ് വാട്ടറേഴ്സ് ഫോർ ചിക്സ്. കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള വെള്ളപാത്രങ്ങളുടെ പരിചയപ്പെടാം. യങ് ചിക്സ് ആണെങ്കിൽ സാധാരണഗതിയിൽ ഫൗണ്ടെയിൻ ടൈപ്പ് മുകളിൽ കാണുന്ന പോലെ തന്നെ വാട്ടറേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റംസും ഓട്ടോമാറ്റിക് ട്രപ്സും ഹാങ്ങിങ് വാട്ടറേഴ്സ്, കപ്പ് വാട്ടറേഴ്സ്, ഡ്രിപ്പ് നിപ്പിൾസ് എന്നിവ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരാഴ്ച വരെ നിർബന്ധമായും ഫൗണ്ടെയിൻ ടൈപ്പ് വാട്ടറേഴ്സ് ഉപയോഗിക്കണം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റംസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ചിക്സിൽ ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റം ഉപയോഗിക്കാവുന്നത് ആഫ്റ്റർ 1 വീക്ക് ആണ്. ആദ്യത്തെ ആഴ്ചയിൽ ഫൗണ്ടെയിൻ ടൈപ്പ് വാട്ടറേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ടൈപ്സ് ഓഫ് ഫീഡേഴ്സ് ഫോർ ചിക്ക്. ചിക്സിന് വേണ്ടിയിട്ടുള്ള ഫീഡേഴ്സ് എപ്പോഴും അതിന്റെ സൈസിൽ ഉതകുന്നതായിരിക്കണം. ആദ്യത്തെ 2 മുതൽ 3 ദിവസം പേപ്പറിൽ ഹോവറിന് താഴെ സ്പ്രെഡ് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പരന്ന ചെറിയ പാത്രത്തിൽ തീറ്റ ഇട്ട് കൊടുക്കാം. 3-ാമത്തെ ദിവസം മുതൽ ഏകദേശം 5 ദിവസം വരെ. 5 ദിവസത്തിന് ശേഷം നമുക്ക് ലീനിയർ ചിക്ക് ഫീഡേഴ്സ് അല്ലെങ്കിൽ മറ്റു ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ 3 രീതിയിലാണ് ചിക്കിന്റെ ഫീഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 മുതൽ 3 ദിവസം വരെ ഹോവറിന് താഴെ പേപ്പർ സ്പ്രെഡ് ആയിട്ട് ഇട്ട് കൊടുക്കാം. 3-ാമത്തെ ദിവസം മുതൽ 5-ാമത്തെ ദിവസം വരെ ഷാലോ ഫീഡിംഗ് ട്രഫ്സ് നമുക്ക് ഉപയോഗിക്കാം. 5-ാമത്തെ ദിവസം മുതൽ ലീനിയർ ചിക്ക് ഫീഡേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് ഉപയോഗപ്പെടുത്താം. Then feeders and waterers in adult birds. Adult birds are trough waterers, hanging waterers, കപ്പ് വാട്ടറേഴ്സ്, ഡ്രിപ്പ് നിപ്പിൾസ് എന്നിവ ഉപയോഗപ്പെടുത്താം.
ഫീഡേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ ട്യൂബ് ഫീഡേഴ്സും മറ്റ് ഓട്ടോമാറ്റിക് ഫീഡിംഗ് സിസ്റ്റംസും ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ലെയർ ഹൗസ് എക്യുപ്മെന്റ്സ്. ലെയർ ഹൗസ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ മുട്ട ഉൽപാദനം നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് സേഫ് എഗ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലെയർ ഹൗസ് എക്യുപ്മെന്റ് ആണ് നെസ്റ്റ് ബോക്സസ് എന്ന് പറയുന്നത്. നെസ്റ്റ് ബോക്സസ് പലതരം മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് നിർമ്മിക്കാം. നെസ്റ്റ് ബോക്സസ് ക്ലീൻ ആൻഡ് സേഫ് എഗ് പ്രൊഡക്ഷന് സഹായകമാകുന്നു. അടുത്തതായിട്ട് ലെയർ ഹൗസിൽ മാത്രം കാണപ്പെടുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഷെൽ ഗ്രിറ്റ് ഹോപ്പേഴ്സ് എന്നത്. ഇതിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെന്റിനായിട്ടുള്ള ഷെൽ ഗ്രിറ്റ് പൗഡേർഡ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. 4 മുതൽ 5 പക്ഷികൾക്ക് 1 എന്ന ക്രമത്തിലാണ് നമ്മൾ ലെയർ ഹൗസിൽ 4 മുതൽ 5 ഗ്രാം എന്ന ക്രമത്തിലാണ് ലെയർ ഹൗസിൽ നമ്മൾ ഷെൽ ഗ്രിറ്റ് ഹോപ്പേഴ്സ് ഒരു കോഴിക്ക് എന്ന കണക്കിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ ലെയർ ഹൗസിൽ കാണുന്ന 2 പ്രധാനപ്പെട്ട ലെയർ ഹൗസ് എക്യുപ്മെന്റ്സ് ആണ് നെസ്റ്റ് ബോക്സും ഷെൽ ഗ്രിറ്റ് ഹോപ്പേഴ്സും. നെക്സ്റ്റ് ഈസ് ഫീഡ് റിക്വയർമെന്റ്സ് ഫോർ ചിക്കൻ. ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ചിക്കനും മൊത്തമായിട്ട് ആവശ്യം വരുന്ന തീറ്റയുടെ അളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഫീഡ് കൺസപ്ഷൻ ഓഫ് ബ്രോയിലേഴ്സ് എന്ന് പറയുമ്പോൾ 6 ആഴ്ച പ്രായം വരെ 3.5 kgയും 7 ആഴ്ച പ്രായം വരെ 4.7 kgയുമാണ് ഒരു ബേർഡിന് ആവശ്യമായിട്ട് വരുന്ന തീറ്റ. 7 ആഴ്ച പ്രായം വരെ 4.7 kgയും 6 ആഴ്ച പ്രായം വരെ 3.5 kgയും ബ്രോയിലേഴ്സിന്റെ കേസിൽ. എന്നാൽ ലെയേഴ്സിന്റെ കേസിൽ വരുമ്പോൾ ചിക്സ്, അതായത് 8 ആഴ്ച പ്രായം വരെ 2 കിലോഗ്രാം പെർ ബേർഡ്, ഗ്രോയിങ് പീരീഡിലെ ഗ്രോവേഴ്സിൽ വരുന്നത് 9 മുതൽ 20 ആഴ്ച വരെ 6 kg പെർ ബേർഡും, ലേയിങ് പീരീഡ് 21 മുതൽ 72 ആഴ്ച വരെ 41 കിലോഗ്രാം പെർ ബേർഡുമാണ് ആവശ്യമായിട്ട് വരിക. ആകെ മൊത്തം 72 ആഴ്ച വരെ ലെയർ ബേർഡിന് മൊത്തമായിട്ട് വേണ്ടിവരുന്ന തീറ്റ എന്ന് പറയുന്നത് 49 കിലോഗ്രാം ആണ്. 49 കിലോഗ്രാം തീറ്റയാണ് ആകെ മൊത്തം ഒരു ലെയർ ബേർഡിന് 72 ആഴ്ച വരെ പ്രായം ഉണ്ടാകുമ്പോൾ വേണ്ടിവരുന്ന തീറ്റയുടെ അളവ് 49 കിലോഗ്രാം പെർ ബേർഡ്. ചാപ്റ്റേഴ്സ് ഇൻട്രൊഡക്ഷൻ ടു പൗൾട്രി ഹസ്ബൻഡറി ആൻഡ് ഫീഡ്സ് ആൻഡ് ഫീഡിംഗ്. Thank you.